ഞാനൊരു വിധവയാണ്. എനിക്ക് മക്കളുണ്ട്. ഞാൻ ശാരീരികമായി ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. എനിക്കൊരു വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ ഉമ്മ ഒരിക്കലും സമ്മതിക്കുന്നില്ല. നമ്മുടെ തറവാട്ടിൽ അങ്ങനെ ഒരു സംഭവമില്ല എന്നാണ് ഉമ്മ പറയുന്നത്. പക്ഷേ വിവാഹം ചെയ്തിട്ടില്ല എങ്കിൽ ഞാൻ തെറ്റിലേക്ക് പോകും. എൻ്റെ ഉമ്മയെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും? അതായത് ഒരു വിവാഹം നടത്തേണ്ട ആൾ എന്ന് പറഞ്ഞാൽ വലിയാണ്, അതൊരിക്കലും ഉമ്മയല്ല. മനസ്സിലായി? അപ്പോൾ അവർക്കൊരു വലിയുണ്ട്. വാപ്പല്ലെങ്കിൽ ഒരു ബ്രദറുണ്ട്, അല്ലെങ്കിൽ വാപ്പൻ്റെ സഹോദരന്മാരുണ്ട്. അപ്പോൾ തൻ്റെ ഒരു വലിയായി ഇപ്പോൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾ, മക്കളുണ്ടെങ്കിൽ മക്കൾ വലിയാണ്. ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾ ആരാണോ അവരാണ് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കി. ഇവർക്കൊരു വിവാഹം വേണം, ആ വിവാഹം നടക്കുകയും വേണം. അത് ഉമ്മക്ക് താല്പര്യമില്ലാത്തതിൻ്റെ പേരിൽ ഇവർ വിവാഹം കഴിക്കാതിരിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവർ ഏറ്റവും പെട്ടെന്ന് ചെയ്യേണ്ടത് വിവാഹം വേണ്ട എന്ന ഉമ്മൻ്റെ നിലപാട് തിരുത്താനോ മാറ്റാനോ ഒന്നും പോകണ്ട. രക്ഷിതാവായി ഇവർക്ക് ആരാണോ ഉള്ളത് അവരുമായി സംസാരിച്ചിട്ട് ഇവർക്കൊരു അന്വേഷണവും കാര്യങ്ങളും ഉമ്മൻ്റെ ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ തന്നെ നടത്തി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഒരു നല്ല ദീനിയായൊരു വിവാഹം അതിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോൾ എന്ത് ചെയ്യുക, ഈ വലിയ സംസാരിക്കുക. ആരോട്? ഉമ്മനോട്. ഇവൾക്ക് നല്ലൊരു വിവാഹം ശരിയായിട്ടുണ്ട്, നമുക്ക് ആ വിവാഹം നടത്തണം. നമ്മൾ എന്ത് ചെയ്യാണ്, ഇനി നമുക്ക് വൈകാൻ പറ്റില്ല. ഇനി സുൽത്താനുക്ക് വലിയുമല്ല വലിയല്ലോ, ഇനി ഈ കുട്ടിക്കൊരു വലിയായിട്ട് ഒരാളും ഇല്ലയെന്ന് വിചാരിക്കുക. എങ്കിൽ ആ നാട്ടിലെ കാളിയുടെയും പള്ളിയുമായി ബന്ധപ്പെട്ട ആളോട് പറയാം, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, അപ്പോൾ ഉമ്മക്ക് ഇങ്ങനെ ഒരു സമീപനമല്ലത്, എനിക്കൊരു വിവാഹം നടന്നേ പറ്റൂ എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും, അയാൾ അതിന് മുൻകൈ എടുക്കണം. അങ്ങനെ മുൻകൈ എടുത്തിട്ട് വിവാഹം സെറ്റിലാവുമ്പോൾ എന്ത് ചെയ്യാം, നമ്മളോട് പറയാം, വിവാഹം നടത്തിയേ പറ്റുള്ളൂ, അവർക്കൊരു വിവാഹം വേണം എന്നുള്ള ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്, നമുക്ക് പറ്റിയൊരാളാണ്, അന്വേഷണത്തിൽ കുഴപ്പമൊന്നുമില്ല, അപ്പോൾ നിങ്ങൾ കാണി മുന്നോട്ട് പോയി എന്ന് പറയാം. അവിടെ ഉമ്മ എതിര് നിന്നാൽ പോലും ആ വിവാഹം നടത്തുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു പരിഹാരത്തിലേക്ക് അവർ പോകണം. ഉമ്മനെ കൺവിൻസ് ചെയ്ത് പോകാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. പക്ഷേ ഉമ്മ സ്ട്രോങ് ആയിട്ട് ഒരു ആചാരത്തിൻ്റെയോ സമ്പ്രദായത്തിൻ്റെയോ പേരിൽ എന്ത് ചെയ്യാൻ അങ്ങനെ നിൽക്കാറുണ്ട്. ഒരിക്കലും ഒരു ഉമ്മ അങ്ങനെ നിൽക്കില്ല. കാരണം മക്കളെ വിവാഹത്തിലൂടെ സുരക്ഷിതമാക്കാനല്ലേ ആഗ്രഹിക്കുള്ളൂ. ഇത് ഇവരുടെ എന്തോ തെറ്റിദ്ധാരണകളായിരിക്കും, ഇല്ല എന്തെങ്കിലും അന്ധവിശ്വാസങ്ങളായിരിക്കും, അല്ലാതെ കാരണമില്ല. പക്ഷെ അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഇവരിതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. 40 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ ഇനിയും നല്ലൊരു ജീവിതത്തിന് അവസരമുണ്ട്. ജീവിച്ച അത്ര പോലും എന്ത് ചെയ്യാണ്, ഇനിയും ഒരു ജീവിതത്തിന് അവസരമുള്ളൊരു പ്രായത്തിൽ നിൽക്കുമ്പോൾ ഉമ്മൻ്റെ തടസ്സം പറഞ്ഞ് അവർ വിവാഹത്തെ മാറ്റി നിർത്തേണ്ട യാതൊരു കാര്യവും ഇല്ല. ഈ മറ്റു മതങ്ങളിൽ വിവാഹം കഴിഞ്ഞ് പിന്നെ ഭർത്താവ് മരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ കൂടെ പഠിച്ചിരുന്ന കുട്ടികളിൽ പോലും വീട്ടുകാർ സമ്മതിക്കാത്ത, അങ്ങനെ പാടില്ല എന്ന്, കല്യാണം കഴിക്കാൻ പാടില്ല എന്നുള്ള അവസ്ഥകൾ ഉള്ള, അതൊക്കെ ഇതാണ് ഓരോ പഴയ സമ്പ്രദായങ്ങളും ആചാരങ്ങളുമാണ്. ഇസ്ലാമിൽ അങ്ങനെ ഇല്ലല്ലോ. ഇപ്പോൾ പിന്നെ ഖദീജ റളിയല്ലാഹു അൻഹ വിവാഹം കഴിക്കുമ്പോൾ അവർ വിധവയല്ലേ. നമുക്കിപ്പോൾ ഇസ്ലാമിക ചരിത്രത്തിൽ എന്തെല്ലാം കിട്ടും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ അല്ലാത്ത ബാക്കിയുള്ള നബിൻ്റെ ഭാര്യമാരൊക്കെ ആരാ? ആയിഷ റളിയല്ലാഹു അൻഹ അല്ലാത്ത നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരൊക്കെ ആരാണ്? ഒക്കെ വിധവകളല്ലേ. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിത് പറയാൻ പറ്റില്ല. മാത്രമല്ല ഒരു വിധവൻ്റെ കാര്യത്തിലാവുമ്പോൾ പ്രത്യേകമായി പ്രോത്സാഹിപ്പിക്കപ്പെട്ടതാണ് ഇസ്ലാമിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ. പിന്നെ ഇവരെ സംബന്ധിച്ചൊരു വിവാഹം ആവശ്യമാണ്, അത് അവർക്ക് ബോധ്യമുണ്ട്. ഞാൻ തെറ്റിലേക്ക് പോകുന്നൊക്കെ പറയുമ്പോൾ എത്ര ആവശ്യക്കാരാണ് വിവാഹം. അതുകൊണ്ട് അതിനെ തടസ്സപ്പെടുത്താൻ ആർക്കും അധികാരം. ഇനിയിപ്പോൾ വലിയ തടസ്സപ്പെടുത്താൻ വിചാരിച്ചോളിക്കണം, നല്ലയോ? ആ വലിയനെയും മറികടന്ന് വിവാഹം കഴിക്കാൻ ഇസ്ലാമിൽ പറ്റും, ന്യായമല്ലാതെ. ഇപ്പം ഈ ഉമ്മൻ്റെ സ്ഥാനത്ത് വാപ്പയാണെന്ത്, എനിക്ക് വിധവയായി, അതുകൊണ്ട് ഇനി എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് വാപ്പ പറഞ്ഞാൽ, ആ വാപ്പ വലിയാണല്ലോ, അയാളെയും മറികടന്ന് എന്ത് ചെയ്യാൻ പറ്റും, ന്യായമായി വിവാഹം നടത്തി കൊടുക്കാൻ സാധിക്കും. വലിയ അത്ര വലിയ പ്രാധാന്യം ഇസ്ലാം കൊടുത്തിട്ട് പോലും. കാരണം അത് ഈ വലിയ എപ്പോഴും എന്തിനാണ് വലിയ, ഈ പെൺകുട്ടിക്ക് സംരക്ഷകയായിട്ടാണ് വലിയ. അയാൾ സംരക്ഷണമല്ല നിർവഹിക്കുന്നത്, അയാളുടെ അധികാരവും സ്വാധീനവും ഉപയോഗിച്ചിട്ട് ഈ കുട്ടിനെ കഷ്ടപ്പെടുത്തുകയാണെങ്കിൽ അതിനൊരു പരിഹാരം ഉണ്ടാവണ്ടേ? ആ പരിഹാരം ഇസ്ലാമിലുണ്ടാവും.